Dear students, welcome to Tagger Learning App. യൂട്യൂബിലൂടെ ടാഗർ ലേണിംഗ് ആപ്പ് CBSE 10th പഠിക്കുന്ന കുട്ടികൾക്ക് നവംബർ 30th എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന കേരളത്തിലുള്ള CBSE 10th സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷൻ നടത്താം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്കായിട്ട് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടേം 1 വന്നിട്ടുള്ള പുതിയ സിലബസ് പ്രകാരം വന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും അസർഷൻ ആൻഡ് റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കസ് ചെയ്യുന്ന ഒരു റിവിഷൻ ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് നമുക്ക് മൂവ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് പോളിനോമിയൽസ്. ആദ്യം തന്നെ പറയുന്നത് ഇത് CBSE 10th പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമിനെ ഫേസ് ചെയ്യുമ്പോൾ പുതിയ ഒരുപാട് ചേഞ്ചുകൾ എക്സാമിന് വന്നിട്ടുണ്ട്. സോ ആ ചേഞ്ചുകൾക്ക് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ചേഞ്ചുകൾക്ക് അനുസരിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്താനുള്ള മുമ്പ് എക്സാംസ് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ടേം 1 എക്സാമിനെ മാത്സിലൊക്കെ പറയുകയാണെങ്കിൽ അറൗണ്ട് 8 ചാപ്റ്റേഴ്സ് നമുക്ക് ടേം 1 നല്ല കോണ്ടന്റ് ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിനെ കൃത്യമായി പഠിച്ചെടുത്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിൽ ഒബ്ജക്റ്റീവാണ്, അതുപോലെ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഡീൽ ചെയ്യാൻ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. അത് നിങ്ങളെ മാക്സിമം പ്രാക്ടീസ് ചെയ്യാനും മാക്സിമം നിങ്ങൾ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ടാർഗറ്റ് ലേണിംഗ് ആപ്പ് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂട്യൂബിലൂടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ക്ലാസ്സുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം, പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തട്ടെ. ഇപ്പോൾ മാത്സിൻ്റെ പുറമേ ആയിട്ട് ഫിസിക്സും അതേപോലെ തന്നെ കെമിസ്ട്രിയും അതുപോലെ ബയോളജിയും ക്ലാസ്സുകൾ നിങ്ങൾക്കായിട്ട് നമ്മുടെ ടാർഗറ്റിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മെയിൻ ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും നിങ്ങളുടെ എക്സാമിന് മുമ്പായിട്ട്. സോ അത് കണ്ട് മാക്സിമം മാർക്കിലേക്ക് എത്തുക, ഫുൾ മാർക്ക് തന്നെ വാങ്ങുകയും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ആൾജിബ്ര സെഷനിൽ 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്, പോളിനോമിയൽസ് ആൻഡ് പെയർ ഓഫ് 2 വേരിയബിൾ ലീനിയർ ഇക്വേഷൻസ്. ഇതിൽ നിന്ന് 10 മാർക്സിനാണ് നമ്മൾ നോർമലി ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, റിയൽ നമ്പേഴ്സ് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിൻലി 2 സെഷൻസ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അതിലൊന്ന് റൂട്ട്സ് ഓഫ് എ പോളിനോമിയലാണ്. നമുക്കറിയാം പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ഒരു കോൺസെപ്റ്റ്, അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. സോ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യം, പോളിനോമിയൽ എന്ന് നമ്മൾ സാധാരണ P(x) = എന്ന് എഴുതാറുള്ളതാണ് നോർമലി പോളിനോമിയൽസ്. എക്സിൻ്റെ പവേഴ്സ് എക്സ്പോണന്റ് ഹോൾ നമ്പേഴ്സ് ആവുന്ന എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ പോളിനോമിയൽസ് എന്ന് പറയാം. സിംപ്ലി P(x) = ഒരു 3x² + 4x + 5 is a polynomial, or just 3x + 1 is a polynomial, just 2x is a polynomial. പക്ഷേ 1/x അതേപോലെ തന്നെ √x ഇങ്ങനെ വരുന്നത് ഒന്നും പോളിനോമിയൽസ് അല്ല. എന്തുകൊണ്ട് പോളിനോമിയൽ അല്ല എന്ന് വെച്ചാൽ 1/x is nothing but x⁻⁻1. ഇവിടെ എക്സിന്റെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഹോൾ നമ്പർ. ഹോൾ നമ്പർ മീൻസ് 0, 1, 2, 3, 4 etc. ഇത് -1 ആണ്. So it is not a polynomial. In the case of √x, this is x⁻². It is not a whole number, a fraction ആണ്. So it is also not a polynomial. So polynomial എന്ന് പറഞ്ഞാൽ എക്സിന്റെ പവേഴ്സ് it should be a whole number. അതിനാണ് നമ്മൾ പോളിനോമിയൽ എന്ന് പറയാം. ഇനി എക്സിന്റെ മാക്സിമം പവർ 1 ആണ് എങ്കിൽ നമ്മൾ അതിനെ ലീനിയർ പോളിനോമിയൽ എന്ന് പറയും, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. Here this is just 2x. This is 3x + 1. എക്സിന്റെ എക്സ്പോണന്റ് പവർ 1 ആണ്. സോ ഇത് നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്നാണ് പറയാം. ഇനി x² വരുന്നുണ്ട്. x² ആണ് എക്സിന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ ദിസ് എക്സ്പ്രഷൻ ദിസ് ഇസ് 3x² ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 4x. എക്സ് ഈ 2 ടേമിലുണ്ട്. ഇവിടെ എക്സിന്റെ എക്സ്പോണന്റ് പവർ എന്ന് പറയുന്നത് 1 ആണ്, ഇവിടെ 2 ആണ്. സോ ഹയസ്റ്റ് പവർ ഓഫ് എക്സ് വരുന്നത് ഇതാണ് 2 ആണ്. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഓർ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇറ്റ്സ് അബൌട്ട് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. സോ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ പറ്റിയിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിന് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടതുണ്ട്.
അതിനു മുമ്പായിട്ട് നമുക്ക് ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ട കാര്യം റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലെങ്കിൽ റൂട്ട്സ് ഓഫ് എ പോളിനോമിയൽ ജനറലി റൂട്ട്സ് ഓഫ് എ പോളിനോമിയൽ എന്താണ് ഒരു പോളിനോമിയലിന്റെ റൂട്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ശ്രദ്ധിക്കാം. Consider a polynomial like p of x is equal to some 2x minus 7. Okay, 2x minus 7. അല്ലെങ്കിൽ suppose 2x minus 8. Like this. ഈ ഒരു പോളിനോമിയലിന് ഞാൻ എക്സിന് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചുകൊണ്ട് we will get some results, right? ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ എക്സിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പി ഓഫ് 1 എന്ന് നമ്മൾ പറയാം. പി ഓഫ് 1 മീൻസ് എക്സിന് പകരം 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2 into 1 ഇൻസ്റ്റെഡ് ഓഫ് എക്സ് അല്ലേ. എക്സിന് പകരം നമ്മൾ 1 കൊടുത്തിട്ടുണ്ട്, മൈനസ് 8. സോ ദിസ് ഇസ് 2 into 1 means 2. This is 2 minus 8 or this is minus 6. So here we can say that p of 1 is equal to minus 6 for this polynomial. So നമ്മൾ xന് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചുകൊണ്ട് we will get some results. Okay, then ഞാൻ സപ്പോസ് ഒരു xന് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 4 എന്ന് പറയുന്ന ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നിരിക്കാം. ഫോർ എക്സാമ്പിൾ x is equal to 4. That means p of 4. അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന് പകരം 4 കൊടുത്താൽ 2 into 4 minus 8. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 8 minus 8 is equal to 0. അല്ലേ? സോ ഈ ഒരു എക്സ് is equal to 4 എന്ന് കൊടുക്കുന്ന സമയത്ത് പി ഓഫ് 4 എന്ന് പറയുന്നത് 0 ആയി മാറി, അല്ലെങ്കിൽ പി ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് is equal to 4 എന്ന് പറയുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ 4 എന്ന് പറയുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് സീറോസ് ഓഫ് അവർ പോളിനോമിയൽ. സീറോസ് ഓഫ് പോളിനോമിയൽ, അവർ പോളിനോമിയൽ പി ഓഫ് എക്സ്. ഓക്കെ, സീറോസ് ഓഫ് പി ഓഫ് എക്സ് എന്ന് പറയും. ഓക്കെ, സീറോസ് ഓഫ് പി ഓഫ് എക്സ്. ഞാൻ റൂട്ട്സ് എന്നാണ് നേരത്തെ എഴുതിയിട്ടുള്ളത്, റൂട്ട്സ് അല്ല, പകരം സീറോസ് ഓഫ് പി ഓഫ് എക്സ്. റൂട്ട്സും ഇയാൾ തമ്മിൽ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ നിൽക്കട്ടെ. സീറോസ് ഓഫ് പി ഓഫ് എക്സ്. അപ്പൊ പി ഓഫ് എക്സിന്റെ 0 എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇഫ് ദ വാല്യൂ ഓഫ് പി ഓഫ് എക്സ് ബിക്കം 0, then that value of x is called the zeros of the polynomial. For example, another example, consider a polynomial p of x is equal to some 5x minus 7. 5x minus 7. ഓക്കെ, ഞാനിവിടെ എക്സിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ എടുക്കാം. 5x minus 10 എന്നായിട്ട് മാറ്റാം, അല്ലെങ്കിൽ 5x plus 10. Consider a polynomial like this. It's a linear polynomial. ഞാനിവിടെ എക്സിന് പകരം മൈനസ് 2 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ this is 5 into minus 2 plus 10, that is equal to minus 10 plus 10, that is equal to 0, simply 0. Now you can see the result is 0. എക്സിന് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് p of x ന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ here we can say that x is equal to minus 2 is the roots of this polynomial. Okay, roots are zeros of this polynomial. Okay, വീണ്ടും roots എന്ന് തന്നെ വരുന്നുണ്ട്. So zeros of this polynomial. Okay, zero of this polynomial. ആ പേരിൽ തന്നെ ഉണ്ട്, zero of the polynomial. പോളിനോമിയലിന്റെ വാല്യൂ 0 ആക്കുന്ന കാണും. ഓക്കെ, സൊല്യൂഷൻ എന്ന അർത്ഥത്തിലാണ് റൂട്ട്സ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ട്സ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. ഓക്കെ, വിട്ടേക്ക്. നൗ ദിസ് ഇസ് 0 ഓഫ് ദി പോളിനോമിയൽ. ഇനി ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന് മാക്സിമം ഒരു 0 ആണ് ഉണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന് ഒരു 0 ഉണ്ടാവും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ax പ്ലസ് ബി എന്നതാണ് നമ്മുടെ പി ഓഫ് എക്സ് എങ്കിൽ, ax പ്ലസ് ബി ആണെങ്കിൽ ഇതിന്റെ 0 എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആയിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് മൈനസ് ബി ബൈ എ. അതാണ് നേരത്തെ ഈ കേസ് വരുമ്പോൾ മൈനസ് 10/5, അതായത് -2 ആണ് ഒരു 0 ഇവിടുത്തെ 0 എന്ന് പറയാൻ കാരണം. ആൻഡ് സിമിലർലി നേരത്തെ ക്വസ്റ്റ്യനിൽ ദിസ് ഇസ് 2x minus 8. സോ -8ന്റെ ഓപ്പോസിറ്റ് തന്നെ, അതായത് -a/b എന്ന് പറയുമ്പോൾ
എ എക്സ് പ്ലസ് ബി ആണ്. നമ്മുടെ 0 പറയുന്നത് -b/a ആണ്. b എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് -8. So minus b എന്ന് പറയുമ്പോൾ -8 divided by a, that is 2. So 8/2 become 4. So 4 is the 0 of this polynomial. Clear? മറ്റൊരു രീതിയിലേക്ക് നമുക്ക് ഇതിനെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്, വേറൊന്നുമല്ല. അതായത് just put ax plus b is equal to 0. Then find the value of x. x is equal to b അങ്ങോട്ട് കൊണ്ടുപോയാൽ -b, a അങ്ങോട്ട് കൊണ്ടുപോയാൽ by a. So this is the solution of this equation, and in the case of polynomial it is the 0 of this polynomial. ഓക്കെ, ഞാൻ സാധാരണ ഒരു പോളിനോമിയൽ എക്സാമ്പിൾ കാണിക്കാം. ഫോർ എക്സാമ്പിൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു 5x പ്ലസ് 7 ഉണ്ടെന്ന് ഇരിക്കാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x പ്ലസ് 7. ഇവിടെ 0 എന്ന് പറയുന്നത് ഒരു രീതിയിലേക്കാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ, ദാറ്റ് ഈസ് -7 ഡിവൈഡഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് ബൈ 5 എന്ന് പറഞ്ഞാൽ മതി. -7/5. മറ്റൊരു എക്സാമ്പിൾ, ലെറ്റ് കൺസിഡർ എ പോളിനോമിയൽ p of x is equal to some 3x minus 8. Here the 0 of this polynomial is nothing but 8 in the opposite sign, -8 in the opposite sign, that is positive 8 by x in the coefficient 3. 8/3 is the 0 of this polynomial. ഇത് മറ്റൊരു രീതിയിലേക്ക് കാണാനുള്ള വഴിയാണ് പറഞ്ഞത്. ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് is equal to 0 എന്ന് കൊടുക്കുക. അതായത് 5x plus 7 is equal to 0. Now this polynomial becomes an equation. Then find the value of x. അതിന് 7 നമുക്ക് ആദ്യം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. So that is 5x is equal to 7 അങ്ങോട്ട് കൊണ്ടുപോയാൽ -7. Then 5 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ x is equal to -7/5. ഇങ്ങനെയും 0 ഫൈൻഡ് ചെയ്യാൻ പറ്റും. Clear? This is in the case of first degree polynomial. Then what about the second degree polynomial? Now consider a polynomial like p of x is equal to x square plus 6x plus 5. This is a second degree polynomial. Second degree polynomial in 0 find ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള ടെക്നിക്ക്, we have to find two numbers. Firstly we have to find two numbers. നമുക്ക് രണ്ട് numbers find ചെയ്യാം. Let they are p and q, and we have some clues, that is there is sum. The sum of these two numbers should be the coefficient of x. That is, it should be 6, and their product should be the constant term, that should be 5. രണ്ട് നമ്പേഴ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ആ രണ്ട് നമ്പേഴ്സ് കാണാനുള്ള ക്ലൂ എന്ന് പറഞ്ഞാൽ ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ എക്സിന്റെ കോഎഫിഷ്യന്റ് കിട്ടണം, 6 കിട്ടണം. ആ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്താൽ കോൺസ്റ്റന്റ് ടേം കിട്ടണം, ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് 1. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇൻറ്റു കോൺസ്റ്റന്റ് ടേം കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യാം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ആരൊക്കെയാണ്? ആഡ് ചെയ്താൽ 6ഉം മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 5ഉം കിട്ടുന്ന നമ്പേഴ്സ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ആഡ് ചെയ്താൽ 6ഉം മൾട്ടിപ്പിൾ ചെയ്താൽ 5ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 3 and 2. 3ഉം 2ഉം ആഡ് ചെയ്താൽ 6 ആണ്. 3 and 2 അല്ല, 1 and 5. ഓക്കെ, 1 and 5. 1ഉം 5ഉം ആഡ് ചെയ്താൽ 6 ആണ്, മൾട്ടിപ്പിൾ ചെയ്താൽ 5 ആണ്. 1 and 5. നൗ ഈ ഒരു പോളിനോമിയലിനെ ബേസ് ചെയ്തെടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഈ 1ഉം 5ഉം ആണെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും നമ്മുടെ സീറോസ് ഉണ്ടാവുക. ആക്ച്വലി ഇതിനെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. പക്ഷേ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് 1 ആകുന്ന കേസിൽ അവിടെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് നേരിട്ട് ആൻസർ പറയാം. 0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് -1 and -5. -1 and -5. ഈ കിട്ടിയ നമ്പേഴ്സിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും 0 ഉണ്ടാവുക. ഓൺലി ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് 1. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ. ഇറ്റ്സ് എ സിമ്പിൾ മെത്തേഡ്. മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ലെറ്റ് p of x is equal to something like x square -2x plus 15 അല്ലെങ്കിൽ -15 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഞാൻ കൺസിഡർ ചെയ്തു. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്ക് രണ്ട് നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട് സ്വന്തമായിട്ട്. അത് കണ്ടുപിടിക്കാനുള്ള ക്ലൂ, their sum should be the coefficient of x, that is -2. sum -2 ആയിരിക്കണം. and their product എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ടേം ആയിരിക്കണം, ദാറ്റ് ഇസ് -15 അല്ലേ? അപ്പോൾ സം -2 വരികയും പ്രൊഡക്റ്റ് -15 വരികയും ചെയ്യുന്ന നമ്പേഴ്സ്.
ആരൊക്കെയാണത്? ആരൊക്കെയാ? They are -5 and 3. -5ഉം 3യും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അഡിഷൻ സമ്മ് വരുമ്പോൾ -2 ആണ് വരിക. Their product is equal to -15 അല്ലേ? സോ ഈ രണ്ട് നമ്പേഴ്സാ. അങ്ങനെയാണെങ്കിൽ അവരുടെ സീറോസ് എന്ന് പറയുന്നത് അവരുടെ ഓപ്പോസിറ്റ് സൈൻ -5ന്റെ ഓപ്പോസിറ്റ് സൈൻ +5ഉം 3യുടെ ഓപ്പോസിറ്റ് സൈൻ -3ഉം ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. So this is the zero of this quadratic polynomial. Clear? And look at another example. If the coefficient of x square is not 1. Okay, for example, p of x 3x square minus 2x minus 8 എന്ന് പറയുന്ന ഒരു quadratic polynomial എടുക്കാം. 3x square minus 2x minus 8. Here the coefficient of x square is not equal to 1. Here, in this case, the same, we have to find two numbers, p and q. And to find p and q, the sum of the numbers should be the coefficient of x. Still it is -2. Okay, so sum -2 ആയിരിക്കണം. And then product പറയുന്ന സമയത്ത് ഇവിടെ കോൺസ്റ്റന്റ് ടേം അല്ല പറയാ, -8 അല്ല പറയാ. It should be the product of the coefficient of x square and constant term. 3ന്റെയും -8ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം, മീൻസ് പ്രൊഡക്റ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് -24 ആയിരിക്കണം. ഓക്കെ, സമ്മ് -2 വരികയും പ്രൊഡക്റ്റ് -24 വരികയും ചെയ്യുന്ന നമ്പേഴ്സ്. -24 വരാനുള്ള കാര്യം മനസ്സിലായല്ലോ. എക്സ് സ്ക്വയറിന് കോഎഫിഷ്യന്റ് 1 അല്ലെങ്കിൽ 3 × -2 ആണ് പ്രൊഡക്റ്റ് വരേണ്ടത്. ഓക്കെ, സോ സമ്മ് -2 വരികയും പ്രൊഡക്റ്റ് -24 വരികയും ചെയ്യുന്ന നമ്പേഴ്സ് ആരൊക്കെയാ ഉണ്ടാവുക? സമ്മ് -2, പ്രോഡക്റ്റ് -24 വരുന്നത്. യെസ്, ദേ ആർ -6 and 4. -6ഉം 4ഉം ആഡ് ചെയ്താൽ -2 ആണ്, മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ -24 ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നേരിട്ട് സൊല്യൂഷനിലേക്ക് ചാടരുത് കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ നേരിട്ട് സൊല്യൂഷനിലേക്ക് ചാടരുത്. നേരിട്ട് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. ബട്ട് ഹിയർ യു ക്യാൻ സീ ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് നോട്ട് 1 അല്ല. 1 അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി അവിടെ നമ്മൾ ചെയ്യലെന്താണെന്ന് വെച്ചാൽ, ദിസ് ഇസ് 3x സ്ക്വയർ. ഈ മിഡിൽ ടേമിനെ -2x-നെ 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, 2 ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്നൊക്കെ പറയലുണ്ട് ഈ മെത്തേഡിനെ. -6ഉം 4ഉം ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. ഈ കിട്ടിയ 2 നമ്പേഴ്സ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. ഈ കിട്ടിയ 2 നമ്പേഴ്സ്, ദാറ്റ് ഈസ് -6x പ്ലസ് 4x, പിന്നെ അതിന്റെ കൂടെ -8ഉം. ഞാൻ ഈ -2x-നെ -6x പ്ലസ് 4x ആക്കി മാറ്റി. ഇനി ചെയ്യേണ്ടത് ആദ്യത്തെ 2 ടേമിൽ നിന്ന് മാക്സിമം ആളുകളെ കോമൺ എടുക്കുക, ഈ 2 എണ്ണത്തിൽ നിന്നും മാക്സിമം ആളുകളെ കോമൺ എടുക്കുക. ഇവിടുന്ന് മാക്സിമം ആളുകളെ കോമൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് 3x-നെ കോമൺ എടുക്കാം. 3x-നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് x -2 എന്നതായിരിക്കും. ഇവിടെ നമുക്ക് 4-നെ കോമൺ എടുക്കാം. 4 കോമൺ എടുക്കുകയാണെങ്കിൽ ബാക്കി വരുന്നത് x -2 എന്നതായിരിക്കും. Now you can see both term contains x -2. സോ അങ്ങനെയാണെങ്കിൽ x -2-നെ കോമൺ എടുക്കാം. x -2-നെ കോമൺ എടുത്താൽ x -2 ഇൻറ്റു ബാക്കി ആരാ വരിക? ഇവിടെ 3x ഉണ്ടാകും, 3x. ഇവിടെ +4 ഉണ്ടാകും, +4. ഓക്കെ, +4, 3x + 4 എന്നായിട്ട് മാറി. Now you can see this is a product of 2 first degree polynomials. അങ്ങനെയാണെങ്കിൽ x -2-ൽ നിന്ന് 0 കണ്ടുപിടിക്കുന്ന രീതി നോക്കുക. 0 പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ, -2ന്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2 എന്ന് പറയുന്നത് ഒരു 0 ആണ്. ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ലീനിയർ പോളിനോമിയൽ പറഞ്ഞ പോലെ -b/a, ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ബൈ ദിസ് നമ്പർ. ഇവിടെ അങ്ങനെ തന്നെയാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ 2/x-ന്റെ കോഎഫിഷ്യന്റ് 1. സോ ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ -4/x-ന്റെ കോഎഫിഷ്യന്റ് 3. സോ ദീസ് 2 ആർ ദി 2 zeros ഓഫ് ദിസ് പോളിനോമിയൽ. ക്ലിയർ? ഇങ്ങനെയാണ് ഒരു പോളിനോമിയലിലെ സീറോസ് ഫൈൻഡ് ചെയ്യാം. ഇനി അടുത്തത് നെക്സ്റ്റ് ടോപ്പിക് ഉണ്ടായിരുന്നു. അപ്പോൾ സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്നുള്ള കാര്യം ക്ലിയർ ആയി. അടുത്തത് കോഎഫിഷ്യന്റും സീറോസ് ഓഫ് ദി പോളിനോമിയലും ക്വാഡ്രാറ്റിക് ഇക്വേഷനുള്ള റിലേഷൻഷിപ്പാണ്. ദാറ്റ്സ് വെരി സിമ്പിൾ. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ p of x is equal to ax square plus bx plus c എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ വേറെ a not equal to 0. ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് ആൽഫ ആൻഡ് ബീറ്റ, ആൽഫയും ബീറ്റയുമാണ്. ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദി സീറോസ്. ഓക്കെ, ആൽഫയും ബീറ്റയുമാണ് 0 എന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ, ആൽഫയും ബീറ്റയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ബി ബൈ എക്ക് ഈക്വൽ ആയിരിക്കുമെന്നും ആൽഫ ബീറ്റ അവരുടെ പ്രൊഡക്റ്റ് സി ബൈ എക്ക് ഈക്വൽ ആയിരിക്കുമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സീറോസിന്റെ സം ഓഫ് ദി സീറോസ് മൈനസ് ബി, ബി എക്സിന്റെ കോഎഫിഷ്യന്റ് ഓപ്പോസിറ്റ് സൈഡ് ബൈ എ, അതിനും ആൽഫ ബീറ്റ their product സി ബൈ എ കോൺസ്റ്റന്റ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ അതിനും ഈക്വൽ ആയിരിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സം ഓഫ് ദി സീറോസ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസ്. ഓക്കെ, ദിസ് ഇസ് സം ഓഫ് ദി സീറോസ്. ഓക്കെ, ദിസ് ഇസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസ് ദാറ്റ് ഈസ് ആൽഫ ബീറ്റ സി ബൈ എ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് വരാൻ നമുക്കറിയാം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ ട്രൈ നോക്കാം. ഇത്രയും പറഞ്ഞത് നമ്മുടെ ചാപ്റ്ററിന്റെ ടോപ്പിക്സ് ആണ്. സോ നമുക്ക് ഇനി നോക്കാനുള്ളത് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം നമുക്ക്. ഓക്കെ, ലുക്ക് അറ്റ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സീറോസ് ദാറ്റ് എ ലീനിയർ പോളിനോമിയൽ ഹാസ് ഓർ ഹാവ്? ഒരു ലീനിയർ പോളിനോമിയലിന്റെ സീറോസിന്റെ എണ്ണം എന്താണ് എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ലീനിയർ പോളിനോമിയലിന് ഒരു സീറോ ആണ് ഉണ്ടാവുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇറ്റ് ഹാസ് 2 zeros, മാക്സിമം അറ്റ് മോസ്റ്റ് 2 zeros. സോ ലീനിയർ പോളിനോമിയലിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഹാസ് ഓൺലി 1 zero. സോ ഒരു സീറോ ആണ് ഉണ്ടാവുക ലീനിയർ ആണെങ്കിൽ. ഡിഗ്രി എത്രയാണോ അത്രയും സീറോസ് ആണ് ഉണ്ടാവുക. ക്വാഡ്രാറ്റിക്കിന് 2, ക്യൂബിക്കിന് 3, ഫോർത്ത് ഡിഗ്രിക്ക് 4, അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, നൗ വി ക്യാൻ ഗോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ 1 0 ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് കെ ഈസ് 2. അതായത് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഒരു സീറോ 2 ആണ് തന്നിട്ടുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് കെ ഈസ് എന്നാണ് ചോദ്യം. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പോളിനോമിയൽ അതായത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ 1 0 ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് 2 എന്നാണ്. അതായത് ഇവിടെ 2 എന്ന് പറയുന്നത് ഒരു സീറോ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെന്റെ വാല്യൂ കിട്ടാൻ എന്താണ് ആക്ച്വലി 0 ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ? 0 ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എക്സിന് പകരം ആ വാല്യൂ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദ റിസൾട്ട് ഷുഡ് ബി 0. അങ്ങനെ നമ്മൾ പറഞ്ഞത്. അതായത് പി ഓഫ് 2 എക്സിന് പകരം 2 കൊടുത്താൽ ദ റിസൾട്ട് ഷുഡ് ബി 0 അല്ലെ? സീറോനെ എക്സിന് പകരം കൊണ്ട് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റിസൾട്ട് 0 ആയിരിക്കണം. നൗ നമുക്കൊന്ന് ട്രൈ നോക്കാം. വാട്ട് ഈസ് പി ഓഫ് 2? പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയലിൽ എക്സിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് 2 square ഇൻസ്റ്റെഡ് ഓഫ് എക്സ് സ്ക്വയർ. And this is 3x, that means 3 into 2 അല്ലെ പ്ലസ് k is equal to 0 എന്നായിട്ട് മാറി. Is equal to 0. So that is 2 square plus 3 into 2 plus k is equal to 0. 2 square means 4. We know this is 6 plus k is equal to 0. So this is 10. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ k is equal to minus 10. So the value of k should be minus 10 എന്ന് നമുക്ക് പറയാം. So this is option B. Minus 10 is the correct answer. അപ്പോൾ 0 ഗിവൺ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എക്സിന് പകരം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആൻഡ് ഇക്വേറ്റ് ഇറ്റ് ഇൻ ടു 0 ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. സോ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ടാകും. ആ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പോൾ ആരാണോ അൺനോൺ ഉള്ളത് അയാളുടെ വാല്യൂ കിട്ടും. ക്ലിയർ? നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് വൺ ഓഫ് ദി സീറോ ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ k minus 1 x square kx plus 1 is equal to minus 3. കഴിഞ്ഞതിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താ പറഞ്ഞത്? ഈ 1 ഓഫ് ദി സീറോസ് ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഒരു സീറോ is minus 3. Then the value of k is same. But here you look at the quadratic polynomial. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യനേക്കാൾ കുറച്ചുകൂടി ലെങ്തിയർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. എങ്ങനെ നമ്മൾ ചെയ്യാം? We have the polynomial, quadratic polynomial as p of x is equal to k minus 1 times x square, k minus 1 times x square plus k times x plus 1. And here we know minus 3 is a 0. If minus 3 is 0, then we can say that p of minus 3 should be equal to 0 of the polynomial. Sorry, it should be is equal to 0. അതായത് എക്സിന് പകരം -3 എന്ന് കൊടുത്താൽ 0 എന്ന് റിസൾട്ട് കിട്ടണം.
സോ നമുക്കൊന്ന് ട്രൈ നോക്കാം. എക്സിന് പകരം -3 എന്ന് കൊടുത്തു നോക്കാം. എക്സിന് പകരം -3 കൊടുത്താൽ എന്താ കിട്ടുക? ദിസ് ഇസ് k-1 ഇൻറ്റു എക്സ് സ്ക്വയർ. സോ ദാറ്റ് ഈസ് k-1 ഇൻറ്റു -3 സ്ക്വയർ. ക്ലിയർ? This is k into x, that is k into -3. Then next one plus 1 should be equal to 0. 0 എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഇക്വേഷൻ ആവില്ല, സോൾവ് ചെയ്യാൻ കഴിയില്ല. Okay, so now this is k-1 into -3 square, that is 9. 9 into k, 9k. 9 into -1, that is -9. This is -3k plus 1 is equal to 0. Okay, now this is 9k minus 3k becomes 6k. Okay, -9 plus 1 become -8. -8 അങ്ങോട്ടേ കൊണ്ടുകഴിഞ്ഞാൽ is equal to +8. So k is equal to 8/6 or 4/3. So k should be equal to 4/3. 4/3 ആണ് k ന്റെ വാല്യൂ. That is 4/3. Option A is the correct answer. Clear? Simple one, right? ഓക്കെ, അപ്പോൾ 0 തരുന്ന ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു അൺനോൺ വേരിയബിൾ ഉണ്ടാകും, അയാളുടെ വാല്യൂ കാണേണ്ടി വരും. നിങ്ങൾ ചെയ്യേണ്ടത് എക്സിന് പകരം അത് കൊടുക്കുക, is equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. Clear? Now we can go to the next question. A quadratic polynomial whose zeros are -3 and 4 is. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ 0 തന്നാൽ എങ്ങനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യുക? ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ അതിനൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? 0 തന്നു കഴിഞ്ഞാൽ ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദി സീറോസ്. ഓക്കെ, അതായത് ആൽഫയും ബീറ്റയുമാണ് 0 എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എഴുതാറുള്ള ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതാറുള്ളത് എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ടൈംസ് എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ ചെയ്ത മൈനസ് ചെയ്ത ആൽഫയും ബീറ്റയും കൂടി ആഡ് ചെയ്യുക ടൈംസ് എക്സ്. ആൽഫയും ബീറ്റയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക. ഇത് എഴുതിയാൽ ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിരിക്കും. If the zeros are given. If the zeros are given. Now in this question, we have two zeros are -3 and 4. അല്ലെ, അങ്ങനെയാണെങ്കിൽ ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമ്മൾ എങ്ങനെ എഴുതുക? ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദി സീറോസ് തമ്മിൽ ആഡ് ചെയ്യുക, -3ഉം 4ഉം തമ്മിൽ ആഡ് ചെയ്യുക ടൈംസ് എക്സ് പ്ലസ് ആൽഫയും ബീറ്റയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക, ദാറ്റ് ഈസ് -3 into 4. Okay, -3 into 4. This is our polynomial. Now look at this x square. -3 plus 4 plus 1. That is x square minus x. -3 into 4. That is -12. This is our polynomial. Okay, x square minus x minus 12. X square minus x minus 12. X square minus x minus 12. Okay, ഇത് കൃത്യമായിട്ട് ഇതിൽ കാണുന്നില്ല, പറ്റിക്കാനായിട്ട ക്വസ്റ്റ്യനാണ്. ഇതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അഥവാ ഇയാളില്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയാലും മതി. അതായത് ഇതിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ ചെയ്താലും മതി. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അല്ല, കാരണം എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 12 ആണ്, പക്ഷെ നമുക്ക് കിട്ടേണ്ടത് -12 ആണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്തായാലും അല്ല. Now we can go the second option. X square plus x plus 12. Plus x അല്ല, അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷൻ ബി ഈസ് ഓൾസോ റോങ്. Now we can go to the C option. C ഓപ്ഷനും ഇയാളും തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു /2 വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഞാനൊരു 1/2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു തന്നിരിക്കാം. ഇവിടെ x square /2 വരും, ഇവിടെ x/2 വരും, ഇവിടെ -12/2 വരും, അതായത് -6 വരും. അങ്ങനെ തന്നെയല്ലേ ഇതുള്ളത്. സോ ദിസ് ഇസ് അവർ ആൻസർ. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇങ്ങനെ തന്നെ വന്നോളന്നില്ല. ഇയാളുടെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയാലും മതി, ഏതോ ഒരു നമ്പർ കൊണ്ട് അയാളെ മൾട്ടിപ്പിൾ ചെയ്താലും മതി. ഇവിടെ 1/2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഓപ്ഷൻ സി കിട്ടുന്നത്. അപ്പം അങ്ങനെ പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് പറയാം. അപ്പോൾ സീറോസ് ഗിവൺ ആണെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യുന്ന മെത്തേഡാണിത്. എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദി റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് സം ഓഫ് ദി zeros into x plus product of the zeros. Clear? Now we can go to the next question. Okay, the zeros of a polynomial. The zeros of a polynomial x square minus 3x minus m into m plus 3 are.
Okay, our quadratic polynomial is x square minus 3x minus m into m plus 3r. ഇതാരാന്നാ ചോദ്യം? സീറോസ്. നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കായിരുന്നു അല്ലേ? ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. സീറോസ് ആരാ നോക്കാൻ ഈ തന്നിരിക്കുന്ന വാല്യൂസ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി, ആൻസർ 0 കിട്ടും നോക്കിയാൽ മതി. നമ്മൾ പറഞ്ഞിരുന്നല്ലോ സീറോസിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യാം. നമുക്ക് സോൾവ് ചെയ്യാൻ മീൻസ് ഇതിനെ സീറോസ് ഫൈൻഡ് ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് നമ്മൾ സീറോസ് ഫൈൻഡ് ചെയ്യുക? സം രണ്ട് നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യണം. ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ എക്സിന്റെ കോഎഫിഷ്യന്റ് കിട്ടണം, ദാറ്റ് ഈസ് -3. ആ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ കോൺസ്റ്റന്റ് ടേം ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് വരണം. ബട്ട് ഹിയർ ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് 1, സോ ദ പ്രൊഡക്റ്റ് ഷുഡ് ബി ദ കോൺസ്റ്റന്റ് ടേം, ദാറ്റ് ഈസ് -m into m plus 3. Can you find two numbers such that their sum is equal to -3 and product is equal to -m into m plus 3? ആരൊക്കെയാണ് ആ നമ്പേഴ്സ് ഉണ്ടാവുക? രണ്ട് നമ്പേഴ്സിന്റെ സം -3 പ്രൊഡക്റ്റ് -m into m plus 3 വരുന്ന നമ്പേഴ്സ്. ആ രണ്ട് നമ്പേഴ്സിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും സീറോസ് ഉണ്ടാവുക. അപ്പൊ ഇത് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ പറയാം, വാട്ട് അബൌട്ട് m and -m minus 3? m and -m minus 3 or minus of m plus 3? What about these two numbers? Their sum is equal to m minus m becomes 0 plus 3. Sorry, -3. That is -3 sum. And their product m into -m plus 3 or -m into m plus 3. So these two are two numbers. So these zeros are the opposite sign of these two numbers. That is m ന് പകരം -m, minus of m plus 3 ക്ക് പകരം positive m plus 3. That is option B is the correct answer. Option B is the correct answer. Is it clear? Clear? Okay. അതായത് ഈ രണ്ട് നമ്പേഴ്സ് ആണ് അത് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഓപ്ഷൻ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുത്തിട്ട് ഈ സം -3 വരുന്നുണ്ടോ നോക്കിയാൽ മതി. പ്രൊഡക്റ്റ് -m into m plus 3. ഇവരുടെ ഓപ്പോസിറ്റ് സൈൻ എടുത്ത് നോക്കുക. -m plus 3 എടുത്ത് നോക്കുക. ഇത് സം എടുത്താൽ -3 വരുന്നുണ്ടോ? വരുന്നില്ല. -m -3 -2m -3 എന്ന് വരിക. അപ്പൊ ഇതെന്തായാലും അല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഓരോ ഓപ്ഷൻ എടുത്ത് ചെയ്ത് നോക്കിയാലും മതി. ക്ലിയർ? ഓക്കെ, ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. Now we can go to the second question. Next question. If the zeros of the quadratic polynomial x square plus a plus 1x plus b are 2 and -3, then zeros 2 -3 ആണെങ്കിൽ ബാക്കി ഇതിനെ പറ്റിയാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സീറോസ് തന്നു കഴിഞ്ഞാൽ if the zeros are given, നമുക്ക് പല രീതിയിൽ ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. ഒരു രീതി ശ്രദ്ധിക്കാം. സം ഓഫ് ദി സീറോസ് നമുക്കറിയാലോ, ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു -b by a എന്നും, പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസ് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു c by a എന്നും പഠിച്ചത് ഓർമ്മയുണ്ടോ? In a quadratic polynomial ax square plus bx plus c, sum of the zeros should be -b by a and the product of the zeros should be c by a. So here we have 2 and -3 are the zeros. So their sum of the zeros alpha plus beta, sum of the zeros alpha plus beta, that is 2 plus -3, sum of the zeros should be equal to -b by a. -b by a means x ന്റെ കോഎഫിഷ്യന്റിനാണ് b എന്ന് പറയാ. x ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ കാണുന്ന b യും a യും അല്ല. x ന്റെ കോഎഫിഷ്യന്റ് ആണ് b, അതിന്റെ ഓപ്പോസിറ്റ് സൈൻ. സോ x ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ a plus 1 ആണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ minus of a plus 1 divided by a. A means the coefficient of x square. Here the coefficient of x square is 1. So this is minus of a plus 1. So here we can simply solve this equation, right? ഇതെങ്ങനെ ഉണ്ടാവുക? -1 is equal to -a minus 1. മൈനസ് ഉള്ളിലേക്ക് എടുത്താൽ -a minus 1. Okay. So a find in a ഇങ്ങോട്ട് പോരട്ടെ. A is equal to -1. ഈ -1 അങ്ങോട്ട് പോകുമ്പോൾ +1 ആവും, become 0. So a is equal to 0 എന്ന് വരും. ഓക്കെ, എന്റെ വാല്യൂ 0 ആണ്. എന്റെ വാല്യൂ 0 തരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ബി വാല്യൂ ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നില്ല.
Okay, b value കാണാൻ ശരിക്കും എന്ത് ചെയ്താൽ മതി c by a സെക്കൻഡ് ഓപ്ഷൻ എടുത്താൽ മതി product of the roots c by a product of the roots എന്ന് പറയുമ്പോൾ എന്താവും that is 2 into -3 that is equal to c by a c means the constant term that is b അല്ലേ c കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റന്റ് ടേം ആണ് പോളിനോമിയലിലെ അത് b ആണ് by a എന്ന് പറയുമ്പോൾ x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് അത് 1 2 into -3 എന്നാൽ -6 ആണ് -6 is equal to b എന്നുണ്ടാവും so b is equal to -6 ഓപ്ഷൻ d യിൽ കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ വരുന്നുണ്ട് Simple. Next question. The zeros of the quadratic polynomial x square plus 19x plus 127 are. Zeros എന്താണെന്നല്ല ചോദ്യം പക്ഷേ zeros-ന്റെ സൈനിനെ പറ്റിയിട്ടാണ് ചോദ്യം. ഓക്കെ zeros-ന്റെ സൈനിനെ പറ്റിയിട്ടാണ് ചോദ്യം. അവിടെ കണ്ടെത്താൻ എളുപ്പമുള്ള വഴി സം ഓഫ് ദി സീറോസും പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസും കണ്ടുവെക്കാം. നമുക്കറിയാം let alpha and beta are the zeros. Okay, are the zeros. Okay, alphയും ബീറ്റയുമാണ് zeros എങ്കിൽ alpha plus beta is equal to minus b by a. Minus b by a എന്ന് പറയുമ്പോൾ minus 99 divided by a. A means the coefficient of x square, that is 1. And here alpha beta that is the product of the roots. Product of the roots is equal to c by a, that is 127. Now look at this. If alpha and beta are the zeros, their sum should be minus 99 and their product is equal to 127. Just ഒന്ന് ആലോചിച്ച് നോക്കുക എപ്പോഴാണ് പ്രൊഡക്റ്റ് പോസിറ്റീവ് 127 ആവുക പ്രൊഡക്റ്റ് പോസിറ്റീവ് വരണമെങ്കിൽ ബോത്ത് ആൽഫ ആൻഡ് ബീറ്റ ഷുഡ് ബി പോസിറ്റീവ് or both alpha and beta should be negative. We have two cases for the product should be positive. That is both numbers should be positive or both numbers should be negative. Both number രണ്ട് നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണ് രണ്ട് നമ്പറും നെഗറ്റീവ് ആണെങ്കിലും പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണ് ഏതോ ഒരു നമ്പർ നെഗറ്റീവ് ആയാൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയി പോകും So here we can say that alpha and beta is either one of this case. Now look at this, alpha plus beta. If both numbers are positive, then their sum should be a positive number. Their sum should be a positive number. But here given their sum is equal to minus 99, that is a negative number. So this is not possible in this case. Clear? So what about if both alpha and beta are negative? Then their sum should be a negative number. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിന്റെ സമ്മ് നെഗറ്റീവ് നമ്പർ തന്നെയാണ് അപ്പോൾ ആൽഫയും ബീറ്റയും നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ we can say that their sum is also a negative number. So this is possible. So here we can say that both alpha and beta are negative. Alpha and beta are the zeros, so both are negative. So option B is the correct answer. So റൂട്ടിൻ്റെ അല്ലെങ്കിൽ സീറോസിൻ്റെ സൈൻ ചോദിച്ചാൽ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും വെച്ച് ചെയ്യാൻ പറ്റും ക്ലിയർ Now we can go to the next question. If the zeros of a quadratic polynomial ax square plus bx plus c where c not equal to 0 are equal, then zeros equal ആണെങ്കിൽ എന്താണ് ഹാപ്പൻ ചെയ്യാം സീറോസുമായി ബന്ധപ്പെട്ട ഏത് പ്രോപ്പർട്ടിക്കും നമ്മൾ സം ഓഫ് ദി സീറോസും പ്രോഡക്റ്റ് ഓഫ് ദി സീറോസും വെച്ച് ചെയ്യാൻ പറ്റും കഴിഞ്ഞതിൽ നമ്മളിപ്പോൾ ചെയ്ത പോലെ ഇവിടെ സീറോയുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ആൽഫയും ബീറ്റയും ഈക്വൽ ആണ് ലെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ അങ്ങനെയാണെങ്കിൽ വി ഹാവ് സം ഓപ്ഷൻസ് ഇറ്റ്സ് അബൌട്ട് ദെയർ സൈൻ അല്ലേ സൈനിനെ പറ്റിയിട്ടാണ് Now if alpha and beta are equal, we know alpha plus beta, then that is equal to alpha plus alpha. Here in this case alpha is equal to beta, so beta ko agar njan alpha noduthu, that is alpha plus alpha, that is sum of the zeros and should be equal to minus b by a, right? Alle, that is minus b by a. Minus b by a is equal to alpha plus alpha means 2 alpha is equal to minus b by a. You can see here if both a, b and c are positive number, then 2 alpha is a negative number, then alpha is minus b by 2a, that is a negative number. That is a negative number, right? Okay, a യും b യും c യും പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ ആണെന്ന് മനസ്സിലായി
ഓക്കെ, ആൽഫ എന്ന് പറയുന്ന നെഗറ്റീവ് നമ്പർ എന്ന് മനസ്സിലായി. പക്ഷേ എയും ബിയും സിയും ഏത് സൈനാ നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഓക്കെ, അവിടെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. Now here we have one more idea, that is product of the zeros. Product of the zeros എന്ന് പറഞ്ഞാൽ alpha into beta ആണ്. Alpha into beta, here in this case alpha square, since beta is also is equal to alpha. So this is alpha into alpha, that is alpha square. And that is equal to C by A. C by A. Clear? This is C by A. अब alpha square C by A की equal ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Now you can see alpha square is a positive number. Alpha is a real number. Alpha square, the square of every real number should be positive. So alpha square is a positive number. If alpha square is a positive number, then here we can say that C by A is a positive number. C by A is a positive number. C by A positive number ആവണമെങ്കിൽ ഓപ്ഷൻ വായിച്ചു നോക്കാം. C and A have opposite signs. സിയും എയും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ സി ബൈ എ പോസിറ്റീവ് നമ്പർ ആവൂല. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് റോങ്. സി ആൻഡ് ബി ഹാവ് ഓപ്പോസിറ്റ് സൈൻ, അതവിടെ കേട്ടെ. സിയും എയും നോക്കാം. സി ആൻഡ് എ ഹാവ് ദ സെയിം സൈൻ, ദാറ്റ് ഈസ് ട്രൂ. കാരണം സിയും എയും പോസിറ്റീവ് ആണെങ്കിൽ സി ബൈ എ ഇസ് പോസിറ്റീവ്. സിയും എയും നെഗറ്റീവ് ആണെങ്കിൽ സി ബൈ എ ഇസ് പോസിറ്റീവ്. അപ്പോൾ ആക്ച്വലി ഈ കേസിന്റെ ആവശ്യം ഇവിടെ വന്നിട്ടില്ല. പകരം ഈ കേസ് മാത്രമേ നമ്മൾ എടുക്കേണ്ടുള്ളൂ. ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ബൈ എ, ദാറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസ്. Clear? Product of the zeros is C by A. C by A is a positive number since alpha square must be positive. Since alpha is a real number, the square of every real number should be a positive number. So alpha square is a positive number. So here C by A should be positive. So it will happen only if both C and A have same sign. Clear? Okay. Now we can go to the next question. The zeros of the quadratic polynomial x square minus 8x plus 81 are. ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസിൻ്റെ ഇവിടെയും ചോദിച്ചിട്ടുള്ളത് ഇറ്റ്സ് അബൌട്ട് നെഗറ്റീവ്, വൺ ഈസ് നെഗറ്റീവ്, ബോത്ത് പോസിറ്റീവ് ആൻഡ് അൺഈക്വൽ, ബോത്ത് ഈക്വൽ ആൻഡ് പോസിറ്റീവ് എന്നാണ് പറഞ്ഞു. ഇറ്റ്സ് അബൌട്ട് ദ സൈൻ ഓഫ് ദി സീറോസ്. നമുക്കൊന്ന് ട്രൈ നോക്കാം. ഓക്കെ, ഹിയർ വി നോ ദാറ്റ് ദർ ഇസ് സം ഓഫ് ദി സീറോസ് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ, അല്ലേ? ദാറ്റ് ഈസ് പോസിറ്റീവ് 18 ഡിവൈഡഡ് ബൈ എ, ദാറ്റ് ഈസ് 1. Minus b by a means coefficient of x അതിന്റെ opposite side, that is minus 18, that is positive 18, divided by a, that is coefficient of x square, that is 1 here. So alpha plus beta is 18 and alpha beta is 81. Okay, sum 18 ഉം product 81 ഉം വരുന്ന നമ്പേഴ്സ് ആണ് നമ്മുടെ ആൽഫയും ബീറ്റയും. ഇത് സീറോസ് ആണ് കേട്ടോ, ഇത് സീറോസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. നേരത്തെ പറഞ്ഞിരുന്നത് രണ്ട് നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യണം, അവരുടെ സമ്മ് -18 ആയിരിക്കും, അവരുടെ പ്രൊഡക്റ്റ് 81 ആയിരിക്കും എന്നാണ്. ഇത് സീറോസ് അല്ല, ഇത് സീറോസ് അല്ല. ഇത് സീറോസ് കണ്ടുപിടിക്കാനുള്ള ക്ലൂ ആണ്. ഇതും സീറോസും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടെ -18 ആണ് പറഞ്ഞത്, ഇവിടെ എന്ത് ചെയ്യുക, നമ്മളോട് +18 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവരുത്. ഇത് സീറോസ് ഫൈൻഡ് ചെയ്യാനുള്ള ക്ലൂ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഹിയർ ആൽഫ ആൻഡ് ബീറ്റ ആർ റിയലി സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ. ആൻഡ് ഹിയർ ആൽഫ പ്ലസ് ബീറ്റ ഈസ് 18 ആൻഡ് ആൽഫ ബീറ്റ ഈസ് 81. അല്ലേ? രണ്ട് സീറോസിന്റെ സമ്മ് 18 ആണ്, രണ്ട് സീറോസ് മൾട്ടിപ്പിൾ ചെയ്താൽ 81 ആണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് അവർ? That is 9 and 9. 9 plus 9 is 18 and 9 into 9 is 81. So here we can say that both alpha and beta are positive and equal. Alle, alpha and beta, both zeros are both equal and positive. So option D is the correct answer. Clear? Okay. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് സീറോ എന്ന് പറഞ്ഞത് ഇവിടെയല്ല. ദിസ് ഇസ് ഇൻ ദിസ് കേസ്. അത് പിയും ക്യൂവും വെച്ച് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ ക്ലൂ ഓർ ഇറ്റ്സ് എ വേ ടു ഫൈൻഡ് ദ സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ബട്ട് ഹിയർ ആൽഫ ആൻഡ് ബീറ്റ ആർ ദി സീറോസ്. But in this case, P and Q are not zeros. പ്രത്യേകം ശ്രദ്ധിക്കണം. Okay. Now, next question. The quadratic polynomial, the sum of whose zeros is -5 and their product is 6 is. Okay. നമ്മളോട് പറഞ്ഞത് here we have 4 options to find a quadratic polynomial such that their sum of the zeros is -5. That means alpha plus beta is -5.
and product of the zeros alpha beta is 6. Which of the following is true എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ നേരെ നോക്കി പറയാം, അല്ലെങ്കിൽ ഇത് വെച്ച് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉണ്ടാക്കി നോക്കാം, എന്തായാലും പ്രശ്നമല്ല. സോ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണോ നോക്കാം. അങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനിൽ സം ഓഫ് ദി സീറോസ് മൈനസ് ബി ബൈ എ, അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ബൈ എ, -5 വരുന്നുണ്ട്. പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസ് കോൺസ്റ്റന്റ് ബൈ എ, സി ബൈ എ, 6/1 അത് വരുന്നുണ്ട്. സോ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ശരിയാണ് എന്ന് നമുക്ക് പറയാം, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, സീറോസ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കാണാൻ x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ടൈംസ് എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസ് ആൽഫ ബീറ്റ. അത് പ്രകാരം എഴുതുകയാണെങ്കിൽ ദാറ്റ് ഇസ് x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ മീൻസ് -5 ടൈംസ് എക്സ് പ്ലസ് ആൽഫ ബീറ്റ ദാറ്റ് ഇസ് 6. സോ x² പ്ലസ് 5x പ്ലസ് 6, ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Clear? Now we can go to the next question. If alpha and beta are the zeros of the polynomial 5x² minus 7x plus 2, then the sum of their reciprocals is. Sum of their reciprocals is. That means here we want to find 1 by alpha plus 1 by beta. Sum of their reciprocals 1 by alpha plus 1 by beta. എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യുക? This is very simple. Look at this. Here we want to find 1 by alpha plus 1 by beta. ഞാൻ just ഒന്ന് ക്രോസ് ചെയ്തു വിചാരിക്കുക. We will get beta into 1, that is beta, plus alpha into 1, that is alpha, divided by alpha into beta, that is alpha beta. Now here we want to find the value of 1 by alpha plus 1 by beta, or beta plus alpha by alpha beta. Beta plus alpha, we know this is the sum of the roots, and alpha into beta, that is the product of the roots. So in this quadratic polynomial, we can easily find the sum of the roots alpha plus beta, that is minus b by a. Minus b by a means coefficient of x -7 ആണ്, that is +7. Minus b എന്ന് പറയുമ്പോൾ opposite sign എടുക്കണം. by a എന്ന് പറയുമ്പോൾ x² ന്റെ coefficient 7/5, that is alpha plus beta. Next, alpha beta. Alpha beta means c by a. Constant 2 by a, x² ന്റെ coefficient, that is 2/5. Now we can substitute these values into this equation or this expression, that is alpha plus beta in the numerator, that is 7/5, divided by alpha beta, that is 2/5. Both 5's are cancelled, then the result is 7/2. So option A is the correct answer, 7/2. Okay, അതായത് ആൽഫയും ബീറ്റയും ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും അറിയുമെങ്കിൽ 1 by alpha plus 1 by beta നമുക്ക് എളുപ്പത്തിൽ കാണാമെന്ന് അർത്ഥം. ശ്രദ്ധിക്കാം. Okay, now another one. If the zeros of a quadratic polynomial x² plus bx plus c are equal, then നമ്മൾ ചെയ്താണ്. Okay, repetition ആണ്, so ഞാൻ skip ചെയ്തു. Now next question. If one of the zeros of a quadratic polynomial of the form x² plus x plus b is the negative of the other, that means zeros are okay, zeros ആരാണ്? ഒന്ന് ആൽഫയാണ്, രണ്ടാമത്തത് മൈനസ് ആൽഫയാണ്. One of the zeros of a quadratic polynomial is the negative of the other. ഒരാളുടെ നെഗറ്റീവ് ആണ് മറ്റേ ആള്. If one is alpha, the second zero is minus alpha, negative of the first zero, minus alpha. Okay, then has no linear terms and the constant term is negative, has no linear term and the constant term is positive, can have a linear term but the constant term is negative, can have the linear term but the constant term is positive. Linear term means x ന്റെ coefficient ആണ് ഉദ്ദേശം. നമുക്കൊന്ന് ട്രൈ നോക്കാം. If the zeros are alpha and minus alpha, then their sum of the zeros, okay, ശ്രദ്ധിക്കുക, sum of the zeros, sum എന്ന് പറഞ്ഞാൽ alpha minus alpha is equal to 0. And we know sum of the zero is b by a in the case of a quadratic polynomial. Sorry, minus a. അല്ലേ, ഇവിടെ ആരുള്ളൂ? ഇവിടെ x ന്റെ കോഎഫിഷ്യന്റ് a ഉള്ളൂ. സോ here a is equal to 0. അല്ലേ, മൈനസ് ബി ബൈ എന്ന് പറയുമ്പോൾ മൈനസ് a by 1 എന്നാണ്. x² കോഎഫിഷ്യന്റ് 1 ആണ്. മൈനസ് a by 1 എന്നാൽ
ഇവിടെ മൈനസ് എ ആണ് വരിക, ഇസ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് മൈനസ് എ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു 0 വരും. എ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ ടേം ഉണ്ടാവില്ല. സോ ലീനിയർ ടേം ഇല്ല, ഹാസ് നോ ലീനിയർ ടേം. ഓക്കെ, can have a linear term, can have a linear term, has no linear term. So option A or option B ആണ്. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസ് ഫൈൻഡ് ചെയ്യാം. പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസ് ആണെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആൽഫ ഇൻറ്റു മൈനസ് ആൽഫ അല്ലെ, ദാറ്റ് ഈസ് മൈനസ് ആൽഫ സ്ക്വയർ is equal to c by a. c എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺസ്റ്റന്റ് ടേം ആണ്, ദാറ്റ് ഈസ് b by a എന്ന് പറഞ്ഞാൽ x സ്ക്വയറിന്റെ കോഫിഷ്യന്റ് 1. സോ b is equal to മൈനസ് ആൽഫ സ്ക്വയർ. എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, കോൺസ്റ്റന്റ് ടേം ഉണ്ട്. അപ്പോൾ എന്താ, ഹാസ് നോ ലീനിയർ ടേം ആൻഡ് ദ കോൺസ്റ്റന്റ് ടേം ഈസ് നെഗറ്റീവ് എന്നാ പറഞ്ഞ്. മൈനസ് ആൽഫ സ്ക്വയർ ആൽഫ സ്ക്വയർ ഷുഡ് ബി പോസിറ്റീവ്. അയാൾക്കൊരു നെഗറ്റീവ് ഉണ്ട്, സോ ഇറ്റ് ഷുഡ് ബി നെഗറ്റീവ്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ബി ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം, മാറരുത്. ബി ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം, ദാറ്റ് ഇസ് എ നെഗറ്റീവ് നമ്പർ മൈനസ് ആൽഫ സ്ക്വയർ. ക്ലിയർ? ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് അസേർഷൻ ആൻഡ് റീസണിംഗ് ടൈപ്പ്. ഓക്കെ, ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻ. നമുക്ക് ഓൾറെഡി അറിയാം അസേർഷൻ ആൻഡ് റീസണിങ്ങിന് 4 ഓപ്ഷൻസ് ഏതാണെന്നുള്ളത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Here 2x square plus 14x plus 20 have 2 zeros. Okay. A quadratic polynomial can have at most 2 zeros എന്നാ പറഞ്ഞിട്ടുള്ളത്. സോ അസേർഷൻ ശരിയാണോ? 2 zeros അതിനുണ്ടോ? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 14ഉം മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 40യും കിട്ടുന്ന 2 നമ്പേഴ്സ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നോർമലി 2 zeros വരണം. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് 2 zeros ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അസേർഷൻ ഈസ് ട്രൂ. Also, the reason is also true. A quadratic polynomial can have at most 2 zeros. ഇതിന് 2 zeros ഉണ്ടാവാനുള്ള റീസൺ ആണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ ദ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദി അസേർഷൻ. സോ ഓപ്ഷൻ എ അല്ലേ, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺസ് ആർ ട്രൂ and the reason is the correct explanation for the assertion. So option A is the correct answer. Now we can go to the next question. Assertion: if 3, 4 are the zeros of the quadratic polynomial, then the polynomial is x square minus 5x plus 13. 3ഉം 4ഉം ആണ് zeros എങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? x square minus alpha plus beta times x plus alpha beta എന്നല്ലേ നമ്മൾ പോളിനോമിയൽ എഴുതാറുള്ളത് അല്ലെ? സം ഓഫ് ദി സീറോസ്, പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസ്. 3ഉം 4ഉം ആണ് സീറോസ് എങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദി സീറോസ് മീൻസ് 7x, പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസ് മീൻസ് 12. ഇതാണ് വരേണ്ടത്. ബട്ട് ലുക്ക് അറ്റ് ദിസ്, ദിസ് ഈസ് ഗിവൺ ആസ് x സ്ക്വയർ മൈനസ് 5x പ്ലസ് 13. സോ അസേർഷൻ ഈസ് റോങ്. അസേർഷൻ ഈസ് റോങ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. അസേർഷൻ ഈസ് റോങ്. റീസണിന്റെ പിന്നെ നോക്കണം. അസേർഷൻ റോങ് ആണെങ്കിൽ പിന്നെ ഓപ്ഷൻ ഡി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, പിന്നെ റീസൺ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് വൺ. Assertion: if alpha and beta are zeros of x square minus 8x plus 1, then the value of 1 by alpha plus 1 by beta minus alpha beta is. ഇത് നമ്മൾ നേരത്തെ ചെയ്താണ് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം ഇതിന്റെ ട്രിക്ക് എന്താണെന്നുള്ളത്. 1 by alpha plus 1 by beta minus alpha beta എന്ന് പറഞ്ഞിട്ടുള്ളത് ഈസ് ഓക്കെ ഈസ് എത്ര എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ അസേർഷൻ ആ വേർഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ട്രൈ നോക്കാം. ഇത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക? ബീറ്റ പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ മൈനസ് ആൽഫ ബീറ്റ എന്നായിട്ട് മാറി. In this polynomial x square minus 8x plus 1, alpha plus beta, that is sum of the zeros, is minus b by a, that is positive 8 by 1. Alpha beta is the product of the root, that is c by a, that is 1 by 1, that is 1. Actually നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ that is alpha plus beta 8 by 1, 8 by 1 minus 8 എന്നാണ്, സോറി minus 1 എന്നാണ്. Alpha beta is 1. Okay, so 1 ആണ്. So that is 7 is the correct answer. Okay, 7 അവിടെ വരേണ്ടിയിരുന്നു, 7 അവിടെ എത്തിയിട്ടില്ല. Okay, 7 നമുക്ക് കൊടുക്കാം. If alpha and beta are the zeros of the quadratic polynomial x square plus bx plus c is equal to 0, then alpha plus beta minus b by a and alpha beta is c by a. ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 7 എന്നും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ assertion is true, reason is also true. Alpha plus beta minus b by a and alpha beta c by a.
And this is the correct explanation for assertion. കാരണം ആൽഫ ബീറ്റ മൈനസ് ബി ബൈ എയും ആൽഫ ബീറ്റ സി ബൈ എയും ആയതുകൊണ്ടാണ് 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ മൈനസ് ആൽഫ ബീറ്റ എന്തായി മാറിയത് 7 ആയി മാറിയത് കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. So here it is also option A is the correct answer. Option A is the correct answer. Both assertion and reasons are true, and reason is the correct explanation for the assertion. Okay, now we can go to the next question. If both zeros of a quadratic polynomial x square minus 2kx plus 2 are equal, then the value of k is 1 by 2. I'm going to try it. Okay, both zeros are equal means alpha is equal to beta. So here sum of the zeros. Okay, sum of the zeros. Zeros in a sum എന്ന് പറയുമ്പോൾ alpha plus alpha വരും, that is 2 times alpha. അല്ലേ, സം ഓഫ് ദി സീറോസ് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ആണ്, ദാറ്റ് ഈസ് 2 ആൽഫ, സിൻസ് ആൽഫ ആൻഡ് ബീറ്റ ആർ ഈക്വൽ. സം ഓഫ് ദി സീറോസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ, മൈനസ് ബി ബൈ എ ആണ് അല്ലേ. ഹിയർ ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് 2 മാത്രമല്ല, -2 മാത്രമല്ല, കെ കൂടി ഉണ്ട് അവിടെ. സോ മൈനസ് ബി ബൈ എ എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് 2k ബൈ എ മീൻസ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് അത് 1 ആണ്. സോ 2 ആൽഫ ഈസ് ഈക്വൽ ടു 2k, 2 alpha is equal to 2k, then alpha is equal to 2 alpha is equal to 2k എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ ആക്കട്ടെ. ഓക്കെ, 2 alpha is equal to 2k, that is alpha is equal to k എന്ന് കിട്ടി. alpha is equal to k അവിടെ ആക്കട്ടെ. ഇനി അടുത്ത നമുക്ക് product of the zeros, product, okay, product, that is c by a. Product of the zeros എന്താ, ആൽഫ ഇൻറ്റു ബീറ്റ ആണ്. ആൽഫയും ബീറ്റയും ഈക്വൽ ആയതുകൊണ്ട് ദാറ്റ് ഇസ് ആൽഫ സ്ക്വയർ. ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ബൈ എ. സി ബൈ എ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും, കോൺസ്റ്റന്റ് ആകുമ്പോൾ ഇവിടെ 2 ആണ്, എ എന്ന് പറഞ്ഞാൽ 1 ആണ്, സോ 2 എന്നുണ്ടാവും ആൽഫ സ്ക്വയർ. സോ ഹിയർ ആൽഫ ഇസ് ഈക്വൽ ടു, ഓക്കെ സോറി, സി മീൻസ് 2. ഓക്കെ, സോ ഹിയർ ആൽഫ ഇസ് ഈക്വൽ ടു √2 ആണ് വരിക. ആൽഫ ഇസ് ഈക്വൽ ടു √2 മീൻസ് കെ ഇസ് ഓൾസോ √2. കെന്റെ വാല്യൂ √2 ആണ് വരേണ്ടത്, ബട്ട് ഹിയർ കെ ഇസ് 1/2 എന്നാണ് പറഞ്ഞത്, സോ ദാറ്റ്സ് റോങ് അല്ലേ, അത് റോങ് ആണ്. സോ അസേർഷൻ ഈസ് റോങ്. സോ അസേർഷൻ ഈസ് റോങ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അസേർഷൻ ഈസ് റോങ്, റീസൺ പിന്നെ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ഡി അങ്ങനെയാണ് പറയുന്നത്. നൗ വി ക്യാൻ ഗോ ടു ദി അനദർ ക്വസ്റ്റ്യൻ. ഇഫ് ആൽഫ ആൻഡ് 1 ബൈ ആൽഫ ആർ ദി സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 2x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 8k, then k is, k വരുന്നത് കോൺസ്റ്റന്റ് ടേമിനാണ്. സോ അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസ് കാണാം. പ്രൊഡക്റ്റ് of the zeros, product of the zeros എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു 1 ബൈ ആൽഫ അല്ലേ, ആൽഫ ഇൻറ്റു 1 ബൈ ആൽഫ ഇസ് ഈക്വൽ ടു സി ബൈ എ. പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസ് എന്ന് പറഞ്ഞാൽ സി ബൈ എ ആണ്. സി മീൻസ് കോൺസ്റ്റന്റ് ടേം, ദാറ്റ് ഈസ് 8k ഡിവൈഡ് ബൈ എ മീൻസ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 2. ആൽഫ ഇൻറ്റു 1 ബൈ ആൽഫ വരാൻ കാരണം ആൽഫ ആൻഡ് 1 ബൈ ആൽഫ ആർ ദി സീറോസ് എന്നാണ് പറഞ്ഞത്, ആൽഫയും ബീറ്റയും, അതിന് പകരം ആൽഫയും 1 ബൈ ആൽഫയും. സോ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആൽഫ ഇൻറ്റു 1 ബൈ ആൽഫ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8k ബൈ 2. സോ ആൽഫയും ആൽഫയും കട്ട് ചെയ്താൽ 1 ഇസ് ഈക്വൽ ടു 8 × 2 കട്ട് ചെയ്താൽ 4k വരും. സോ k ഈസ് ഈക്വൽ ടു 1/4. k ഈസ് ഈക്വൽ ടു 1/4. ഓക്കെ, അസേർഷൻ റീസൺ ടൈപ്പ് അല്ല, അതിൻ്റെ ഇടയിലൊന്ന് അങ്ങനത്തെ കുടുങ്ങിയിട്ടുണ്ട്. സോ k ഈസ് ഈക്വൽ ടു 1/4 ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് എ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. A group of college students went to an expedition to see caves. One student remarked that the entrance of the cave resembles as a parabola. Okay, ഈ കേവ് ഏതുപോലെയുണ്ട്, ഒരു പരാബോള ഉണ്ട് പോലെ ഉണ്ടെന്നാണ് അയാൾ കണ്ടുപിടിച്ചത്. അറിയാലോ, പരാബോളയുടെ ഗ്രാഫ് നമുക്ക് യു ഷേപ്പ് ഓർ എൻ ഷേപ്പ് ആണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, parabola and can be represented by a quadratic polynomial p of x is equal to x square plus bx plus c. ഇനി ചോദ്യം ഇവിടെ, if 1 zeros of a quadratic polynomial p of x is equal to x square plus 3x plus k is 2, then the value of k is. It's a very simple question അല്ലേ. ഈ ചോദ്യവുമായിട്ട് ഈ തന്നിരിക്കുന്ന കേസുമായിട്ട് ബന്ധമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ക്വാഡ്രാറ്റിക് ആണെന്ന് മാത്രം. ഒരു സീറോ തന്നിട്ടുണ്ട്, എന്ത് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ കെന്റെ വാല്യൂ എന്താണെന്നാ ചോദ്യം. ഒരു സീറോ എന്ത് ചെയ്യുക 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് p of 2 ഈസ് ഈക്വൽ ടു 0. p of 2 എന്ന് പറഞ്ഞാൽ എക്സിന് 2 കൊടുത്താൽ ദാറ്റ് ഈസ് 2 സ്ക്വയർ പ്ലസ് 3 × 2 പ്ലസ് k ഇസ് ഈക്വൽ ടു 0. എനിക്ക് തോന്നുന്നത് നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനും ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ 4 + 6 10. സോ k ഇസ് ഈക്വൽ ടു -10. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ദാറ്റ് ഈസ് -10 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി.
Okay, next question നോക്കാം. If the zeros of a quadratic polynomial x square plus a plus 1 x plus b are 2 and minus 3, then നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നിങ്ങൾക്ക് ട്രൈ നോക്കാം. If the zeros of a quadratic polynomial x square plus 20x plus 96 are, അതിൻ്റെ it's about their sign, positive, one is positive, another negative, both equal എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്കൊന്ന് ട്രൈ നോക്കാം. Okay, here the alpha plus beta, sum of the root is equal to minus b by a, that is minus 20, and product of the root alpha beta is equal to c by a, that is 96. Okay, product positive ആവണമെങ്കിൽ ഒന്നെങ്കിൽ ആൽഫ ആൻഡ് ബീറ്റ ആർ പോസിറ്റീവ്. ഓക്കെ, കേസ് 1 ആൽഫ ആൻഡ് ബീറ്റ ആർ പോസിറ്റീവ്, ഓർ ആൽഫ ആൻഡ് ബീറ്റ ആർ നെഗറ്റീവ്. അപ്പോഴാണ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, പോസിറ്റീവ് ആവുക. ഒന്ന് രണ്ടും നെഗറ്റീവ് അല്ല രണ്ടും പോസിറ്റീവ്, അപ്പോഴാണ് പ്രൊഡക്റ്റ് പോസിറ്റീവ് ആവുക. ബട്ട് ഹിയർ ദ സം ഈസ് നെഗറ്റീവ്. ഇഫ് ബോത്ത് ആൽഫ ആൻഡ് ബീറ്റ ആർ പോസിറ്റീവ്, ദെൻ ദ സം കനോട്ട് ബി നെഗറ്റീവ്. സോ ദിസ് ഈസ് റോങ് എന്ന് നമുക്ക് പറയാം. ഈ കേസ് റോങ് ആണ്. But if both alpha and beta are negative, then their product is positive and then the sum should be negative number. So we can say that both alpha and beta are negative. Both negative വരുന്നത് option C is the correct answer. Both negative. Next question, the quadratic polynomial whose zeros are 2 by 3 and minus 3 by 5 is given by. Okay, 2 by 3 ഉം minus 3 by 5 ഉം zeros വരുന്നത് ഇതിൽ ആർക്കാണെന്നാണ് ചോദ്യം. നമുക്കൊരു പരിപാടി നോക്കാം. സം ഓഫ് ദി സീറോസ് മൈനസ് ബി ബൈ എ ആർക്കാണ് ശരിയാവുന്നത് നോക്കാം. സം ഓഫ് ദി സീറോസ് എന്ന് പറഞ്ഞാൽ 2 by 3 മൈനസ് 3 by 5 ഉണ്ടാവുക. 2 by 3 മൈനസ് 3 by 5 ക്രോസ് ചെയ്താൽ 10 minus 9, ദാറ്റ് ഇസ് 1 by 15. സോ സം ഓഫ് ദി സീറോസ് 1 by 15 വരണം. ദാറ്റ് ഇസ് മൈനസ് ബി ബൈ എ. മൈനസ് ബി ബൈ എ 1 by 15 വരുന്ന ആരാ നോക്കാം. 1 by 15 ഇയാൾക്ക് വരും. ഇത് 15 by 1 ആവുക, ഇത് മൈനസ് 1 by 15 ആവുക, ഇത് മൈനസ് 1 by 15 ആവുക. പക്ഷെ നമുക്ക് പോസിറ്റീവ് 1 by 15 വരണം. ഓക്കെ, പോസിറ്റീവ് 1 by 15 വരുന്നത് ഈ ഒന്നാമത്തെ ഓപ്ഷൻ ആണ്. സോ ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ഒന്നിലധികം ഓപ്ഷൻ അത് ശരിയാവുന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസും കാണണം. ക്ലിയർ? ഇത്രയുമാണ് നമുക്ക് പോളിനോമിയൽ പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. സോ പോളിനോമിയൽ സീറോയുമായി ബന്ധപ്പെട്ടുള്ള പ്രോപ്പർട്ടീസ്, സീറോസ് കാണുന്നത്, സീറോസ് ഗിവൺ ആണെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യുന്നത്, ഇതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സോ മാക്സിമം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ പരമാവധി ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ചാനലിനെയും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മാക്സിമം മാർക്കിലേക്ക് എത്തുക, ഫുൾ മാർക്ക് തന്നെ നേടട്ടെ. സോ എല്ലാവർക്കും നല്ല ഒരു വിജയം എക്സാമിന് ആശംസിക്കുന്നു. സോ ദാറ്റ്സ് ഇനഫ്.